ഈ സമയത്ത് സുധിച്ചേട്ടൻ്റെ ഒരു ഓർമ്മകൾ ആക്ച്വലി ചേച്ചിക്ക് വിഷമമുണ്ടെന്നറിയാം. ചേട്ടൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാകത്തില്ലേ ഈ സമയത്ത്? ആത്മാ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട്. നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ചേച്ചി കഴിഞ്ഞ 2 ദിവസമായിട്ട് സുധിച്ചേട്ടനെ പറ്റിയുള്ള പോസ്റ്റൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഉള്ളിൽ ഭയങ്കര നമ്മൾ അങ്ങനെ എപ്പോഴും കേരട്ടൊന്നും പറയാം. ഓക്കെ, അപ്പം എത്ര ചെറിയൊരു വീട് തന്നെ? ചെറിയൊരു വീടായിരുന്നു ആഗ്രഹം. ചെറിയൊരു കുഞ്ഞ് സിറ്റൗട്ട്, ഹോള്, 2 മുറി, അടുക്കള, ബാത്റൂം, അങ്ങനെയായിരുന്നു ഏട്ടൻ്റെ ആഗ്രഹം എന്നോട് പറഞ്ഞത്. ചേച്ചിക്ക് ഈ ഒരു വീട്ടിൽ എത്രമാത്രം സാറ്റിസ്ഫൈഡ് ആണ്? അത് ഇത് ഒരു 100% നമുക്ക് തൃപ്തിയാണെങ്കിലും ഏട്ടൻ്റെ അസാന്നിധ്യമാണ് നമുക്കതിനകത്ത് എംറ്റി ആയിട്ട് നിൽക്കുന്നത്. പുതിയൊരു വീട് വെച്ച് ഇതിൻ്റെ സന്തോഷമുണ്ടല്ലോ. പിന്നെ ചേച്ചിക്ക് ഇപ്പോൾ എന്താണ് പ്രേക്ഷകരോട് ഇല്ലെങ്കിൽ ചേച്ചി സപ്പോർട്ട് ചെയ്തവരോട് പറയാനായിട്ടുള്ളത്? വിമർശിക്കുന്നവരോട് സപ്പോർട്ട് ചെയ്യുന്നവരോട് എന്താണ്? വിമർശിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. അവർ വിമർശിച്ചുകൊണ്ടിരുന്നോട്ടെ, കുഴപ്പമില്ല. സപ്പോർട്ട് ചെയ്യുന്ന 1-2 പേരാണെങ്കിലും നമ്മുടെ കൂടെ അവരുണ്ട്. അതാണ് നമ്മുടെ കരുത്ത്. നമ്മൾ മുന്നോട്ട് ഇങ്ങനെ തന്നെ പോവും, ഹാപ്പി ആയിട്ട് പോവും. സുധിച്ചേട്ടൻ കൂടെ ഉള്ള ഒരു വിശ്വാസത്തിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ചേച്ചി ഈ 24ഉം KHDC എല്ലാം കൂടെ അല്ല സംയുക്തമായിട്ട് 24 ഫ്ലവേഴ്സ്, KHDC എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിനും. വീട് KHDC ആണ് തരുന്നത്, ഫിറോസിക്കാട്. ഇതിൽ 24ന്റെ പങ്കാളിത്തം എത്രമാത്രം? അവരെല്ലാം കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിനും. എന്താ പറയുക, അറിയാലോ, പല ഇതിലും പറഞ്ഞിട്ടുണ്ട്. കാരണം സുധിച്ചേട്ടൻ്റെ ഫാമിലി ഫ്ലവേഴ്സ് 24 ആണ് ഫാമിലി. അപ്പം അവരെല്ലാം നമ്മുടെ കൂടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നൊക്കെ അവരാണ്. അപ്പം കിച്ചുവിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്? കിച്ചുവിനെയും കുഞ്ഞിനെ. അപ്പം കിച്ചു ആണല്ലോ മുതിർന്നയാണ്. അപ്പോൾ അവർക്ക് പഠിക്കാനുള്ള ഇവിടെ അഡ്മിഷനൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. കിച്ചു പറയേണ്ടി. കൊല്ലത്ത് ആനിമേഷൻ VFX കോഴ്സ് എടുത്തിരുന്നു. 3 വർഷമുണ്ട്. ഡീൻ ആനിമേഷൻ കോളേജിൻ്റെ പേര്. ചേച്ചി ഇപ്പം വീടിൽ മൊത്തം KHDC അവരല്ലേ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? KHDCയിലെ ഫിറോസിക്കാട് നേതൃത്വത്തിലുള്ള അവരാണ് ഫുൾ ചെലവ് വീടുണ്ട്. അപ്പോൾ ഇത് എത്ര എസ്റ്റിമേറ്റ് എത്ര അറിയില്ല, ഒന്നും അറിയത്തില്ല. സുധിച്ചേട്ടൻ്റെ ഫാമിലിയൊക്കെ വന്നു? കൊല്ലത്തെ അമ്മയൊക്കെ വന്നു. അമ്മ, ചേട്ടൻ, വൈഫ്, പിള്ളേർ, ചേട്ടത്തി എല്ലാവരും ഉണ്ട്, പെങ്ങള് എല്ലാവരും വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച സുധിച്ചേട്ടൻ പോയി. അതാണ് ആകെപ്പാടെ ഒരു ദുഃഖം എന്ന് പറയുന്നത്. എൻ്റെ ഫാമിലിയാണല്ലോ, പപ്പ, അമ്മ, ചേച്ചി ഫാമിലി എല്ലാവരും. അത് പിന്നെ നമ്മുടെ ഇവിടെ തന്നെ എപ്പോഴും ഉള്ളവരാണ്. പിന്നെ ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കുന്നു. ഈ മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ ചേച്ചി ജോലി ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ജോലി ആയിട്ടില്ല. കൊച്ചിൻ സംഗമിത്ര എന്ന് പറയുന്ന നാടകത്തിൽ പിന്നെ ഒരു ചെറിയ സിനിമ ചെയ്യുന്നുണ്ട്. അവരെല്ലാം കുറച്ച് കഴിഞ്ഞ് വരും. അതിലൊരു വേഷം തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് ചെയ്യുന്നു. ലക്ഷ്മി ഇന്ന് ഉദ്ഘാടനം ആയതുകൊണ്ട് വരുന്നില്ല. ചിന്നു ഉദ്ഘാടനം നേരത്തെ തീരുമാനിച്ചാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ടും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സന്തോഷമായിട്ടിരിക്കുക, നമ്മൾ പെട്ടെന്ന് വരാട്ടോ എന്ന് പറഞ്ഞ് പിന്നീട് വരാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉദ്ഘാടനമായിപ്പോയി. ആളെന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഈ വീടിന് വേണ്ടി? വീടിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങളും വീടിൻ്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് എല്ലാ തരത്തിലും, അതായത് അന്ന് തൊട്ട് ഇന്ന് വരെ നമുക്ക് ഹെൽപ്പാണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.